സാധാരണക്കാരുടെ ഇടയിൽ അസാധാരണ ജീവിത സന്ദേശവുമായി സഞ്ചരിക്കുന്ന ഒരു വിഷഗുര പ്രതിഭയാണിത്. ഡോക്ടർ ആസാദ് മൂപ്പൻ. കാൽനൂറ്റാണ്ടിനപ്പുറം എത്തുന്ന വിഷഗുര ജീവിതത്തിൽ നാടിനും നാട്ടാർക്കും ലോകജനതയ്ക്കും സ്വാന്തനത്തിന്റെ ഒരു കൈ സഹായവുമായി ഓടി നടക്കുന്ന ആസാദ് മൂപ്പനെ ഒരു പ്രവാസി എന്ന നിലയിലുള്ള രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി തേടിയെത്തിയിരിക്കുന്നു. പ്രവാസി ഭാരത സമ്മാൻ നേടിയ ഡോക്ടർ മൂപ്പൻ ആരോഗ്യ മേഖലയിൽ മാത്രമല്ല, ജനകീയ, ജീവകാരുണ്യ, രാഷ്ട്രീയ, വ്യവസായ മേഖലയിലും സ്വന്തം മുദ്രണം ചാർത്തുകയാണ്. ആ രാജ്യസ്നേഹിയായ വിഷഗുര പ്രതിഭയുടെ ജീവിതരേഖയാണിത്. പൈതൃകവും പ്രവാസവും പ്രതിഭയും. കോഴിക്കോട് കേരളത്തിന്റെ സമ്പന്ന ചരിത്രം പേറുന്ന മഹനീയ നാടാണിത്. കാപ്പാടിന്റെ കടൽ കിനാക്കളും മിഠായിത്തെരുവിന്റെ കലപിലാരവങ്ങളും കല്ലായിപ്പുഴയിലെ മരത്തുരുത്തുകളുമെല്ലാം ഈ ചരിത്രത്തിലൂടെ പാഞ്ഞ് കാലിക സംജ്ഞകളായി തീർന്നിരിക്കുകയാണ്. ചരിത്രം പറയുന്ന ഈ മണ്ണ് എണ്ണമറ്റ പ്രതിഭകളെയും കണ്ടറിഞ്ഞിരിക്കുന്നു. ചരിത്ര പുരുഷന്മാർ മുതൽ കാലിക സാമൂഹ്യ സാംസ്കാരിക നായകന്മാർ വരെ. സമകാലിക വാർത്തകളിൽ ശ്രദ്ധേയനായ ഒരു വ്യക്തിപ്രഭാവത്തിന്റെ സാന്നിധ്യം തേടിയാണ് ഈ യാത്ര. കൽപ്പകഞ്ചേരി മണ്ടായപ്പുറത്ത് മൂപ്പൻ കുടുംബത്തിൽ നിന്നും അർപ്പണ മികവും അധ്വാനശേഷിയും കൊണ്ട് മലയാള മണ്ണിൽ വേറിട്ട സാന്നിധ്യമായ ഒരു പ്രവാസി പ്രതിഭയുടെ സവിധത്തിലേക്ക്. കോഴിക്കോട് ദേശീയപാതയുടെ ബൈപ്പാസ് റോഡിന്റെ വിശാലതയിലൂടെ സഞ്ചരിച്ച് തൊണ്ടയാടിന് സമീപം ഇടത്തോട്ട് തിരികുകയാണ്. ഇവിടെയാണ് ഡോക്ടർ ആസാദ് മൂപ്പന്റെ കോഴിക്കോടൻ ഗേഹം. മലപ്പുറത്ത് കൽപ്പകഞ്ചേരിയിൽ ജനിച്ച് കോഴിക്കോടൻ നഗരം വളർത്തിയെടുത്ത ആസാദ് മൂപ്പൻ പ്രവാസത്തിന്റെ ഇടവേളകളിൽ തങ്ങുന്നത് ഇവിടെയാണ്. കേരളീയ ദൃശ്യഭംഗിയും ആഢ്യതയും പകരുന്ന കെട്ടിടം, പ്രകൃതി രമണീയത ചുരത്തുന്ന മുറ്റവും പൂന്തോട്ടവും, പ്രകൃതിയുടെ നിറസമൃദ്ധിക്കൊപ്പം തുളുമ്പുന്ന സൗന്ദര്യവുമായി നിൽക്കുന്ന മൂപ്പൻസ് ഹൗസിൽ ഡോക്ടർ ആസാദ് മൂപ്പൻ തിരക്കിന്റെ പ്രഭാതത്തിലേക്ക് പടിയിറങ്ങുകയാണ്. എല്ലാറ്റിനുമുള്ള മുന്നൊരുക്കത്തോടെ. വിദേശത്തായാലും സ്വദേശത്തായാലും മുടക്കാത്ത ആരോഗ്യദായകമായ ഈ നടത്തത്തിന്റെ മേന്മ ഡോക്ടർ തിരിച്ചറിഞ്ഞിട്ട് കാലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 50 പിന്നിട്ടിട്ടും നിറയൗവനം കാക്കുന്ന ഡോക്ടർ ആ രഹസ്യം ആയിരങ്ങൾക്ക് പകർന്നു നൽകുകയുമാണ്. നടത്തത്തിനൊപ്പം പ്രകൃതിയുടെ ലാളനയും. ചെടികളും പച്ചപ്പുമൊക്കെ ഏറെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഡോക്ടർ ഇവയുടെ ഓരോ തളിരിലും ശ്രദ്ധാലുവാണ്. ഇതുമാത്രമല്ല, ഈ വർണ്ണ മത്സ്യങ്ങളോടും അല്പം കിന്നാരമുണ്ട്. താനിവിടെയുള്ളപ്പോൾ തീറ്റ സ്വന്തം കയ്യിൽ നിന്നാവണമെന്ന നിർബന്ധവും ഈ ഡോക്ടർക്കുണ്ട്. ഈ പ്രഭാതത്തിലും നടത്തത്തിലും ഔദ്യോഗിക ആളുകൾ എത്താറുണ്ട്. എല്ലാവരോടും വിനയാന്വിതനായി മറുപടി. ഏഷ്യൻ വൻകരയുടെ പല ഭാഗങ്ങളിൽ
ആരോഗ്യ പരിപാലന സംരംഭങ്ങളുള്ള ഈ ഡോക്ടർക്ക് ഈ വിളിയും സംസാരവും ഒഴിവാക്കാനാവാത്തതാണ്. ഒരു റൗണ്ട് കൂടി നടന്ന് അങ്കണത്തിലേക്ക് എത്തുമ്പോഴേക്കും 7 മണിക്കുള്ള അപ്പോയിന്റ്മെന്റുമായി 1-2 പേർ. അവരോട് ആവശ്യ നിർദ്ദേശങ്ങൾ. ഇനി പത്രവായനയ്ക്കുള്ള സമയമാണ്. ലോകത്തിന്റെ ഓരോ കോണിലെയും സ്പന്ദനങ്ങൾ സസൂക്ഷ്മം വിലയിരുത്തുന്ന ഈ പ്രവാസി ഭിഷഗ്വരന് എല്ലാ കോളങ്ങളും കമ്പം നിറഞ്ഞത് തന്നെ. വിദ്യാർത്ഥി ജീവിതം മുതൽ വീക്ഷിക്കുന്ന രാഷ്ട്രീയവും കൽപ്പകാഞ്ചേരിയിലെ കുട്ടിക്കാലം മുതലുള്ള കലാസ്വാദനവും കായിക വിശേഷങ്ങളും ആഗോള വിപണിയിലെ ഉയർച്ച താഴ്ചകൾ വരെയും ഈ വായനയിലൂടെ അറിയുകയാണ്. ഇനിയും സ്വന്തം ആരോഗ്യ പരിപാലനത്തിലേക്ക്. വ്യായാമവും വായനയും ഒക്കെ കഴിയുമ്പോൾ ശരീരം ഒന്ന് തണുക്കുകയായി. പൈതൃകത്തിന്റെ പടവുകൾ കടന്നുവന്ന ഡോക്ടർ ആസാദ് മൂപ്പൻ യോഗയും നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്നു. ആരോഗ്യപൂർണമായ ശരീരത്തിലാണ് സമ്പന്നമായ മനസ്സിന്റെ ഇരിപ്പിടമെന്നതും ഈ ഭിഷഗ്വരൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഭാര്യ നസീറയുടെ പ്രഭാത ഭക്ഷണം. ഈ തീന്മേശയിലാണ് ഇന്നിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. സ്വന്തം ജീവിത വിജയത്തിന് പ്രേരകശക്തിയായ നസീറയുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകുവാനും ഡോക്ടർ ശ്രദ്ധിക്കുന്നു. ഒപ്പം ഇഷ്ടവിഭവങ്ങളുടെ വിശകലനവും. ഉച്ചയൂണും അത്താഴവും ലഘുവാക്കുന്ന ഈ ഡോക്ടർ പ്രാതലിനാണ് ഒരു ദിനത്തിൽ പ്രാധാന്യം നൽകുന്നത്. അപ്പോഴേക്കും 9:30 എത്തേണ്ട ഓഫീസ് സെക്രട്ടറിമാരുടെ കോളിംഗ് ബെൽ. ഇനി അവരുമായി അല്പം ചർച്ച. ഓഫീസിലെയും ആശുപത്രിയിലെയും മാനവവിഭവ കാര്യങ്ങളും പുതിയ നിയമനങ്ങളുമൊക്കെയാണ് ഈ അനൗദ്യോഗിക ചർച്ചയിൽ. അത്യാവശ്യ നിർദ്ദേശങ്ങൾ നൽകി. ഇനി നമുക്കുള്ള അഭിമുഖമാണ്. കൽപ്പകഞ്ചേരി എന്ന ഗ്രാമീണ മേഖലയിൽ ചരിത്ര പ്രാധാന്യമുള്ള മൂപ്പൻ കുടുംബത്തിൽ പിറന്ന ഡോക്ടർ ആസാദിനോട് ആ കുടുംബത്തെക്കുറിച്ച് തന്നെയാണ് ആദ്യം ചോദിച്ചത്. ഞങ്ങളുടെ കുടുംബം വളരെ പുരാതനമായ ഒരു കുടുംബമാണ്. ടിപ്പു സുൽത്താൻ്റെ കാലം മുതൽ ചരിത്രമുള്ള ഒരു കുടുംബമാണ്. ഈ വള്ളുവനാട് രാജാവിൻ്റെ മന്ത്രിമാരായിരുന്നു എൻ്റെ പിതാമഹന്മാർ. ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ലോകൻ്റെ മാനുവലിലൊക്കെ. എൻ്റെ ഈ ഒരു ഒറിജിനലായിട്ടുള്ള ഈ ഒരു മേനോൻ കുടുംബമായിരുന്നു. 2 ബ്രദേഴ്സ്, കൃഷ്ണമേനോൻ, ഗോവിന്ദമേനോൻ എന്ന 2 പേര് അന്ന് രാജാവിൻ്റെ മന്ത്രിമാരായിരുന്നു. ആ സമയത്താണ് ഈ ഇസ്ലാം മതം കേരളത്തിലോട്ട് വരുന്നത്. ഇസ്ലാം മതം കേരളത്തിൽ വന്ന് അതിൽ ആകൃഷ്ടരായ ഇവർ 2 പേരും ഇസ്ലാമിൽ ചേരണമെന്ന്, മുസ്ലിം ആകണമെന്ന് പറഞ്ഞപ്പോൾ അത് രാജാവിന് വളരെ സന്തോഷമായിരുന്നു. അദ്ദേഹം അതിന് സമ്മതിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു സമ്മതത്തോടു കൂടി തന്നെ ഇവർ 2 പേരും ഇസ്ലാം മതം സ്വീകരിച്ചു. മുഹമ്മദ് അഹമ്മദ് എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ആ സമയത്ത് ഈ കൽപ്പകഞ്ചേരി പ്രദേശം, ആ ഒരു വലിയൊരു ഗ്രാമം ഇവർക്ക് അവിടെ താമസിക്കാൻ വേണ്ടി സൗകര്യപ്പെടുത്തി കൊടുത്തു രാജാവ്. അങ്ങനെയാണ് ഈ കൽപ്പകഞ്ചേരിയിൽ ഞങ്ങൾ വരുന്നത്. അവിടെയാണ് ഞങ്ങളുടെ പുരാതനമായിട്ടുള്ള തറവാടൊക്കെ ഉള്ളത്.
കൽപ്പകഞ്ചേരിയിലെ മണ്ടായപ്പുറത്ത് തറവാടിന് 200 പരം വർഷത്തെ പഴക്കവും ചരിത്രവുമുണ്ട്. മലബാറിന്റെ തനത് ഭംഗി തുളുമ്പുന്ന ഈ വള്ളുവനാടൻ ഗ്രാമം മതസമന്വയത്തിന്റെയും ഹൃദയവിശാലതയുടെയും നിഷ്കളങ്കതയുടെയും ഒക്കെ നാട് തന്നെയായിരുന്നു. ബ്രിട്ടീഷിനെതിരെ പടപൊരുതിയ പോരാളികൾ മാത്രമല്ല, സ്വാതന്ത്ര്യ സമരാവേശത്തിന്റെ നായകർ തന്നെ ഇവിടെയുണ്ടായിരുന്നു. മൂപ്പൻ കുടുംബം അവരിൽ പ്രധാനികളും. ഖിലാഫത്ത് പ്രസ്ഥാനത്തും സ്വാതന്ത്ര്യ സമര രംഗത്തും നിന്ന എം.എ. മൂപ്പന്റെ 7 മക്കളിൽ ഇളയവനായാണ് ആസാദ് മണ്ടായപ്പുറത്ത് മൂപ്പൻ തറവാട്ടിൽ ജനിക്കുന്നത്. 200 കൊല്ലം ആയിട്ടുള്ള ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ കുറേ തലമുറകളുടെ ഒരു ഫാമിലി ട്രീ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാനൊക്കെ അവിടെ പഠിക്കുന്നത്, വളരുന്നതും ജനിക്കുന്നതും വളരുന്നതും. അപ്പോൾ ആൾക്കാർക്കൊക്കെ വലിയ പ്രതീക്ഷയാണ്. അന്ന് അവിടുത്തെ ജന്മിമാരാണ്, അവിടെയുള്ള ഭൂമിയൊക്കെ ഒരുപാട്. എൻ്റെ ഫാദറൊക്കെ ഹി വാസ് വെരി ആക്റ്റീവ് സോഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമല്ല, അന്ന് ഈ സ്വാതന്ത്ര്യ സമരകാലത്ത് അന്ന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിലും അതേപോലെ ഈ നാഷണൽ പൊളിറ്റിക്സിലും വളരെ ആക്റ്റീവായിരുന്നു. കോൺഗ്രസിൻ്റെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. കൽപ്പകഞ്ചേരിയിൽ അച്ഛൻ പണിത സ്കൂളിൽ തന്നെയാണല്ലേ ആദ്യം പഠിച്ചത്? എൻ്റെ ഫാദറാണ് ഈ ഒരു സ്കൂള് ഉണ്ടാക്കിയതും അത് ശേഷം പിന്നീട് ഫാദറായിരുന്നു അതിൻ്റെയൊക്കെ എല്ലാ കാര്യവും നടത്തിയിരുന്നത്. അപ്പോൾ ടീച്ചേഴ്സിനൊക്കെ തന്നെ നമ്മളൊരു ഒരു VIP സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിലാണ് നോക്കുന്നത്. പക്ഷേ സംഹൗ ഐ ഹാഡ് എ വെരി ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് ഈ കുട്ടികളും കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ 7th സ്റ്റാൻഡേർഡ് വരെയാണ് കൽപ്പകഞ്ചേരിയിൽ പഠിച്ചത്, ഞങ്ങളുടെ ഗ്രാമത്തിലെ സ്കൂളിൽ. അച്ഛൻ ഗ്രാമത്തിന് സമ്മാനിച്ച സ്കൂളിൽ പ്രധാനിയായിരുന്നു ആസാദ്. സ്കൂളിലെ ഒറ്റപ്പെട്ടവനെങ്കിലും പഠനകാര്യങ്ങളിൽ ആസാദ് ഒട്ടും പിന്നിലായിരുന്നില്ല. ഒപ്പം കുസൃതിയിലും. കണക്കിന് ഏറെ താല്പര്യമുണ്ടായിരുന്ന ഈ കുട്ടി മാഷുമാർക്കും ഓമനയായിരുന്നു. എങ്കിലും സമ്പന്നതയുടെ ഒറ്റപ്പെടുത്തലിൽ ഈ ബാലൻ അസ്വസ്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ 7ാം ക്ലാസ്സിൽ വച്ച് തന്നെ വിദ്യാർത്ഥി സമരത്തിലേക്കും എടുത്തുചാടി. പക്ഷേ ചില സാഹചര്യങ്ങളിൽ കൽപ്പകഞ്ചേരിയിൽ നിന്ന് അന്നൊരു സമരം വന്നപ്പോൾ ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഫാദർ തോട്ട് ദാറ്റ് വാസ് വെരി ഇംപ്രോപ്പർ ഓൺ മൈ പാർട്ട്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് എൻ്റെ പഠിപ്പ് തന്നെ നിർത്തി, ഇനി പഠിക്കേണ്ടെന്ന് പറഞ്ഞു. അത്രയും ദേഷ്യം പിടിച്ചു അദ്ദേഹത്തിന്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് എൻ്റെ അളിയൻ്റെ ഒരു റെക്കമെൻഡേഷനിലൊക്കെ എന്നെ അവിടുന്ന് കാലിക്കറ്റിലോട്ട് പറിച്ചു നട്ടു. അസ്വസ്ഥതയോടെയാണ് ഗ്രാമം വിട്ട് കോഴിക്കോടൻ നഗരത്തിന്റെ ആരവങ്ങളിലേക്ക് ആസാദ് എത്തുന്നത്. എങ്കിലും പിന്നീട് അത് സ്വന്തം ജീവിതത്തിന്റെ ആദ്യ വഴിത്തിരിവായി മാറുകയായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും ദിസ് പ്രൊഡ്യൂസ്ഡ് എ ട്രമെൻഡസ് ചേഞ്ച് ഇൻ മീ. ഈ 3 വർഷം, കാരണം ഞാൻ മലയാളം മീഡിയത്തിൽ നിന്ന് 8ാം ക്ലാസ്സിൽ നേരെ ഇംഗ്ലീഷ് മീഡിയത്തിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഈ മറ്റ് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കോഴിക്കോട് ഞാൻ ജോയിൻ ചെയ്ത സ്കൂളിൽ ഒരുപാട് ഗുജറാത്തികളും നോർത്ത് ഇന്ത്യൻസും ഒക്കെ ഉള്ള സ്കൂളാണ്. അപ്പോൾ ഇവരൊക്കെ ശരിക്കും ഇംഗ്ലീഷേ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഇംഗ്ലീഷ് മനസ്സിലാകാൻ തന്നെ പറ്റാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ഇംഗ്ലീഷ് സ്പോക്കൺ ലാംഗ്വേജ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിലും അതിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ വരുമ്പോൾ ഇറ്റ് വാസ് ട്രമൻഡസ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു. ആസ് യു റൈറ്റ്ലി മെൻഷൻഡ്, അതൊരു തിരിച്ചു പോകാൻ തന്നെയുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദർ വാസ് നോ വേ ടു ഗോ ബാക്ക്. പക്ഷേ ആ ഒരു കുറച്ച് കാലം കൊണ്ടായി ദാറ്റ് പ്രൊഡ്യൂസ്ഡ് എ ട്രമൻഡസ് ചേഞ്ച്. എന്തെങ്കിലുമൊക്കെ നേരിടാനും അത് വളരെ നല്ലൊരു ജീവിതം, അതിൻ്റെ കൂടെ രാഷ്ട്രീയം, വളരെ ആക്റ്റീവായിട്ട് പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്നു, സ്റ്റുഡൻറ് പൊളിറ്റിക്സിൽ. രാഷ്ട്രീയത്തോടൊപ്പം കലയിലും തബലയിലും താല്പര്യമുണ്ടായിരുന്നു അല്ലേ? കൽപ്പകഞ്ചേരിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ചില ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഈ ഒരു തബല ഒക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നതുകൊണ്ട് ഫറൂഖ് കോളേജിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഫൈൻ ആർട്സ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. പിന്നെ എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുമാറി പഠിത്തത്തിൽ ശ്രദ്ധിച്ചത്? ഇത് മാറിയത് ഒരു തിരിച്ചറിവ് പോലെ. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ എൻ്റെ ഏറ്റവും ഞാൻ ആരാധിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന എൻ്റെ ഒരു അധ്യാപകൻ കൽപ്പകഞ്ചേരിയിൽ എന്നെ പ്രൈമറി സ്കൂൾ കാലഘട്ടത്തിൽ എന്നെ പഠിപ്പിച്ചിരുന്ന കേശവൻ മാസ്റ്റർ എന്നൊരു അധ്യാപകൻ, അദ്ദേഹം എനിക്കൊരു തിരിച്ചറിവ് പോലെ എന്നോട് പറഞ്ഞു,
ഈ പൊളിറ്റിക്സും ബാക്കിയൊക്കെ അതൊക്കെ വിൽ ഡിസപ്പിയർ. മേ ബി യു വിൽ ബിക്കം എ പൊളിറ്റീഷ്യൻ, ബട്ട് യുവർ ഫാദർ വാണ്ടഡ് യു ടു ബി സംബഡി. ഒരു പ്രൊഫഷനിലൊക്കെ ആണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. യു ആർ ഗോയിങ് അഗെയിൻസ്റ്റ് ഹിസ് വിൽ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു അഡ്വൈസ് തന്നു. ഞാൻ ഫറൂഖ് കോളേജിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയിട്ട് BSc പാസ്സായത് ആ ഒരു 1.5 വർഷത്തെ ശ്രമം കൊണ്ടാണ്. ആൻഡ് മെറിറ്റിൽ എനിക്ക് അന്ന് ഗവൺമെൻറ് സീറ്റ് തന്നെ ഗവൺമെൻറ് കോട്ടയിൽ മെറിറ്റിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ഒരുപക്ഷേ ആസാദിലെ യഥാർത്ഥ ദിഷണാശാലിയെ കണ്ടെത്തുകയായിരുന്നു എന്ന് പറയാം. മെഡിക്കൽ വിദ്യാർത്ഥികളിൽ മിടുക്കൻ മാത്രമല്ല, കലയിലും ക്യാമ്പസ് സംഘടനകളിലുമൊക്കെ മൂപ്പൻ സജീവമായി. അപ്പോൾ പൊളിറ്റിക്സ് ആയാലും ബാക്കിയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയാലും എല്ലാത്തിലും വളരെ ആക്റ്റീവായിട്ടുണ്ടെങ്കിലും അതിൻ്റെ കൂടെ തന്നെ പഠിപ്പിൽ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. കോളേജ് രാഷ്ട്രീയത്തിൽ തിളങ്ങി മെഡിക്കൽ പഠനത്തിനെത്തിയ ആസാദിന് തന്റെ യഥാർത്ഥ പ്രൊഫഷൻ തിരിച്ചറിയുവാൻ ഈ ക്യാമ്പസ് സഹായിച്ചു. സ്വർണ്ണ മെഡലോടെ തന്നെയാണ് MBBS ഇവിടെ നിന്നും പാസ്സായത്. അങ്ങനെ വളരെ നല്ല മാർക്കിലൊരു ഗോൾഡ് മെഡലോട് കൂടിയിട്ടൊക്കെയാണ് ഞാൻ MBBS പാസ്സായത്. അതിൻ്റെ വെളിച്ചത്തിൽ പിന്നെ എനിക്ക് ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഈ പട്ടേൽ ചെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കൊല്ലത്തെ ഡിപ്ലോമക്ക് അഡ്മിഷൻ കിട്ടി. പിന്നെ തിരിച്ച് കാലിക്കറ്റിൽ വന്നിട്ട് MDക്ക് അഡ്മിഷൻ കിട്ടി, MD ജനറൽ മെഡിസിന്. പിന്നെ ഞാൻ 5 വർഷം അവിടെ ലെക്ചറായിട്ട് വർക്ക് ചെയ്തു. പിന്നീട് ഗൾഫിലേക്ക് പോകാനുണ്ടായ സാഹചര്യം എങ്ങനെയായിരുന്നു? ഈ സമയത്താണ് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഗൾഫിൽ പോകുന്നത്. എൻ്റെ നാട്ടിലെ അവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി പോകുന്നത്. അവിടെ പോയി അവിടുത്തെ സൗകര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആ കാലത്ത് ഒരു 2 വർഷം 3 വർഷം ലീവ് എടുത്താലും സർവീസിന് പ്രശ്നം പറ്റാത്ത ഒരു സിറ്റുവേഷനായിരുന്നു. ഐ വാസ് വെയിറ്റിംഗ് ഫോർ എ പ്രൊമോഷൻ. അപ്പോൾ അവിടെ നിൽക്കാന്നുള്ള നിലയിൽ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം അജ്മാനിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ അലി എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിനിക്കിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. പക്ഷേ അദ്ദേഹം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ദുബായിലായിരിക്കും നല്ലത്, ഇവിടെ ഈ അജ്മാൻ വളരെ ചെറിയൊരു സ്ഥലമാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്തു. അങ്ങനെ ദൈവനിയോഗം പോലെ ദുബായിലെത്തിയ ഡോക്ടർ മൂപ്പൻ വിഷഗുര ജീവിതത്തിലെ ആഗോള സാധ്യതകൾ തിരിച്ചറിയുകയായിരുന്നു. ആധുനിക സാങ്കേതിക വിദ്യയും ശാസ്ത്രീയ മികവും കഴിവും സമന്വയിപ്പിച്ച് ദുബായിൽ വിവിധ ആരോഗ്യ ചികിത്സാ സംരംഭങ്ങൾ പടുത്തുയർത്തി. മെല്ലെ ഈ സംരംഭത്തിൽ മലയാളിയായ നാട്ടുകാരുടെ സാന്നിധ്യവും ഏറി. ഗൾഫിലും ഇന്ത്യയിലുമൊക്കെയായി ആരോഗ്യ ചികിത്സാ സംരംഭങ്ങൾ തുടങ്ങി 100 കണക്കിന് നാട്ടുകാർക്ക് ജീവിത വഴി കാട്ടിയ മൂപ്പന് നാട്ടിലും തിരക്കൊഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അഭിമുഖം പകുതിയാക്കി ഔദ്യോഗിക തിരക്കിലേക്ക് നീങ്ങുകയാണ്. കോഴിക്കോട് നിന്നും ഇനി ഗോപാലപുരത്തെ മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക്. സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ ആധുനിക ചികിത്സ എന്ന സൗകര്യമാണ് മിംസിലൂടെ ഡോക്ടർ നൽകുന്നത്. വ്യക്തമായ നിർദ്ദേശങ്ങളിലൂടെ മാനേജ്മെന്റ് വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്ന ഡോക്ടർ മൂപ്പൻ മിംസിനെ ലോക നിലവാരത്തിലേക്ക് തന്നെ എത്തിച്ചിരിക്കുന്നു. ഒപ്പം പുരസ്കാരങ്ങളും. തികച്ചും വ്യത്യസ്തമായ ജീവകാരുണ്യപരമായ സമീപനമാണ് സാധാരണക്കാരുടെ ഈ ഹൈടെക് ആശുപത്രിയിലൂടെയെന്ന് ഡോക്ടർ മൂപ്പൻ ചൂണ്ടിക്കാട്ടുന്നു. എല്ലാ ഏരിയയിലും മിംസ് കഴിഞ്ഞൊരു 5-8 വർഷം കൊണ്ട് ഏറ്റവും മാസീവ് സെഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അഫോർഡബിൾ കോസ്റ്റിൽ ആളുകളുടെ അടുത്തോട്ട് ചികിത്സ എത്തിക്കുക എന്നുള്ളത്, അവരുടെ പടിവാതിൽക്കൽ ഒരു ആഗോള ദർശനമുള്ള ഒരു ചികിത്സ എത്തിക്കുക എന്നുള്ളതാണ് മിംസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. മിംസിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഞങ്ങളൊക്കെ ആകുന്ന വിധത്തിൽ ഇപ്പോൾ ഈ മിംസിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് മിംസിൻ്റെ ലാഭത്തിൻ്റെ ഒരു വിഹിതം ഇതിലോട്ട് നീക്കി വെച്ചിട്ടുണ്ട്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള നിലയിൽ. ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ പലതും, ഇപ്പോൾ BPL വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗത്തെ ദത്തെടുക്കുക, ഫ്രീ ചികിത്സ,
സൗജന്യമായിട്ടുള്ള ചികിത്സ, സബ്സിഡൈസ്ഡ് ട്രീറ്റ്മെൻറ്റ്, ഇതേമാതിരി കമ്മ്യൂണിറ്റി ഡയാലിസിസ് സെൻറ്റേഴ്സ് പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ജസ്റ്റ് ടച്ചിങ് ദ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ്. വളരെ ചെറിയൊരു വിഭാഗത്തിനെ മാത്രമേ നമുക്ക് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന് ഇങ്ങനെ സഹായിക്കും. ഇതിനൊക്കെ പുറമെ ഗൾഫിലെ വിവിധ സംരംഭങ്ങളിൽ 2000-ഓളം പേർക്ക് ജോലി നൽകാനും കഴിഞ്ഞു അല്ലേ? ഒരു 2500-3000 പേര് നമ്മളുടെ ഡയറക്റ്റായിട്ട് തന്നെ അവിടെ ഒരു എംപ്ലോയ്മെൻ്റ് ഉള്ള ഡോക്ടർമാർ തുടങ്ങി വളരെ താഴെക്കടയിലുള്ള സ്റ്റാഫ് വരെയുള്ള ആൾക്കാരുണ്ട്. ഇവരൊക്കെ തന്നെ അവരുടെ ഫാമിലീസ്, അവർ മുഖാന്തരം വന്നിട്ടുള്ള എത്രയോ അധികം പേര്, ഒരു മെനി അതേഴ്സ് അവരുടെ കെയർ ഓഫിൽ വന്നിട്ടുള്ള ആൾക്കാർ, അവർ സഹായിച്ചു വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു ചെയിൻ, അത് ഒരു ദാറ്റ് മേക്സ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇൻ ദെയർ ലൈഫ്സ് ബാക്ക് ഹോം, അവരുടെ കുടുംബങ്ങളിലൊക്കെ. അങ്ങനത്തെ ഒരു ചേഞ്ച് വരുത്താൻ പറ്റിയെന്നുള്ള വലിയൊരു സന്തോഷം. അങ്ങനെ പ്രവാസി എന്ന നിലയിൽ സ്വരാജ്യത്തെ മറക്കാതെ യത്നങ്ങളും പ്രവൃത്തികളും ചെയ്ത ഡോക്ടർ ആസാദ് മൂപ്പനെ തേടിയെത്തിയ പുരസ്കാരങ്ങളും നിരവധിയാണ്. മികച്ച ബിഷഗ്വരനുള്ള സംസ്ഥാന അവാർഡ് മുതൽ അറബ് ഹെൽത്ത് പുരസ്കാരം വരെ. ഇപ്പോൾ പ്രവാസികൾക്കുള്ള ഭാരതത്തിന്റെ പരമോന്നത ബഹുമതിയായ പ്രവാസി ഭാരതീയ സമ്മാനം. ഈ പുരസ്കാര ലഭ്യത ഡോക്ടർ മൂപ്പൻ ഒറ്റയ്ക്കല്ല ആഘോഷിക്കുന്നത് എന്നത് തന്നെ അദ്ദേഹത്തിന്റെ ജനകീയ സമ്മതിയുടെ തെളിവായി മാറുന്നു. നാടൊട്ടുക്കുമുള്ള സ്വീകരണത്തിന് പുറമെ ജന്മനാളായ കൽപ്പകഞ്ചേരിയും ഈ പ്രതിഭയെ ആദരിച്ചു. ഘോഷയാത്രയും ജനകീയ സമ്മേളനവും ആദരിക്കലുമെല്ലാം. മന്ത്രിമാരായ ഇളമരം കരീം, ബിനോയ് വിശ്വം, സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ രമേശ് ചെന്നിത്തല, എംപിമാർ, MLA-മാർ തുടങ്ങി നിരവധി സാമൂഹ്യ സാംസ്കാരിക നേതാക്കളും ആദരിക്കുവാനെത്തി. തന്റെ ജീവിത വിജയത്തിന്റെ ശക്തി സ്രോതസ്സാണ് നാടും നാട്ടാരുമെന്ന് ഡോക്ടർ മൂപ്പൻ ഈ അവസരത്തിൽ പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് നിങ്ങളെന്ന് എനിക്ക് തന്നിരിക്കുന്നത്. ഇതൊരു കാലത്തും ഞാൻ മറക്കില്ല. ഇതെന്റെ മണ്ണാണ്. ഞാൻ ഇവിടെ നിന്ന് ഒരു കാലത്ത് ഈ മണ്ണിൽ നിന്ന് പിറന്നവനാണ്. ഈ മണ്ണിൽ തന്നെ തിരിച്ചു വരണമെന്ന് എന്റെ സുഹൃത്തുക്കളോടും എന്റെ ബന്ധുക്കളോടും ഞാൻ പറഞ്ഞു വസിയത്ത് ചെയ്തിട്ടുള്ളതാണ്. കേരളത്തിന്റെ തലസ്ഥാന നഗരിയും ഈ പ്രതിഭയെ ആദരിച്ചു. മന്ത്രിമാരുടെ ഉപഹാരങ്ങൾ, സാമൂഹ്യ സംഘടനകളുടെ ആദരങ്ങൾ, അങ്ങനെ പല കോണിൽ നിന്നുള്ള അഭിനന്ദനങ്ങൾ. ജീവകാരുണ്യത്തിന് പ്രാധാന്യം നൽകുന്ന ഡോക്ടർ മൂപ്പന് വിവിധ അഗതി മന്ദിരങ്ങളും കഴിവിനൊത്ത് ആദരിക്കുവാൻ മറന്നില്ല. ഈ ആദരങ്ങളും പുരസ്കാരങ്ങളും നിറയുമ്പോഴും ഡോക്ടർ മൂപ്പൻ കൂടുതൽ കർമ്മനിരതനാകുകയാണ്. ഒപ്പം ജനവിശ്വാസത്തിന് പകരം നൽകുവാനുള്ള ഉത്തരവാദിത്വവും ഏറുന്നു. ജനകീയ പ്രവർത്തനങ്ങളും ഉത്തരവാദിത്തങ്ങളും ഏറുമ്പോഴും സ്നേഹസമ്പന്നനായ ഗൃഹനാഥന്റെ റോളും ഈ ഡോക്ടർ മറക്കുന്നില്ല. ദിനത്തിന്റെ ഇടവേളകളിലെ കുടുംബ കൂട്ടായ്മ നൽകുന്ന ഊർജം കരുത്താക്കുകയാണ് ഈ മൂപ്പൻ. ഒപ്പം ജീവിതം നൽകിയ പാഠം പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയുമാണ്. പ്രവാസി ഭാരതീയർക്കുള്ള രാജ്യത്തിന്റെ പരമോന്നതമായ പുരസ്കാരവും ലഭിച്ചു. ഇത് എങ്ങനെ കാണുന്നത്? ഒന്ന്, ഈ പുരസ്കാരം അത് എനിക്ക് അവിടെ മുമ്പിൽ നിന്ന് അത് വാങ്ങാനുള്ള ഒരു അർഹത നേടിത്തരുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ ജീവനക്കാരും നമ്മോട് ഇതിനുവേണ്ടി സഹകരിക്കുന്ന മറ്റു സഹപ്രവർത്തകരുമാണെന്നുള്ളതാണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഐ ഹാപ്പൻ ടു ബി ഓൺലി എ ജനറൽ ഹൂ ഈസ് റിസീവിങ് ദ അവാർഡ്. ദ സോൾജേഴ്സ് വിൻ ദ വാർ. അതാണ് അതിലൊരു കാര്യം. രണ്ടാമതായി ഇത് ഉത്തരവാദിത്വം വളരെ വർദ്ധിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയവും ഒരു ജനസേവന മേഖലയാണ്. അങ്ങനെ എന്തെങ്കിലും താല്പര്യമുണ്ടോ? ഒരു ബൈ ഗ്രേസ് ഓഫ് ഗോഡ് ഞാൻ തിരഞ്ഞെടുത്ത ഒരു പ്രൊഫഷൻ
ജനസേവനത്തിന് ഏറ്റവും പറ്റിയിട്ടുള്ള ഒരു മേഖലയാണ്. ഇപ്പോൾ ഒരു നെക്സ്റ്റ് 5 ഇയേഴ്സിൽ ഒരു പാർഷ്യൽ റിട്ടയർമെൻറ്റോട് കൂടിയിട്ട് ഈ ഒരു സോഷ്യൽ മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. രാജ്യം ഒരുപാട് നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, ജനങ്ങൾ ഒരുപാട് നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, നാം ജീവിതത്തിൽ പലതും നേടിയിട്ടുണ്ട്. തിരിച്ചു കൊടുക്കേണ്ട ഒരു സന്ദർഭമാണ്. ആ തിരിച്ചു കൊടുക്കലിന് രാഷ്ട്രീയമാണ് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതെങ്കിൽ അതിൽ നിന്ന് അറച്ചു നിൽക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു തോന്നലൊക്കെ പ്രൊഫഷണൽസിൻ്റെ ഇടയിലും NRIസിൻ്റെ ഇടയിലും ഒക്കെ ഉണ്ട്. ഇനി അവസാനമായൊരു ചോദ്യം, എന്തൊക്കെയാണ് അങ്ങയുടെ ജീവിത വിജയത്തിന്റെ കാരണമായി അങ്ങ് കാണുന്നത്? ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല, അതിൽ വലിയൊരു ഭാഗം ദൈവത്തിൻ്റെ സഹായം കൊണ്ടാണ് എന്ന് വിശ്വസിക്കാനുള്ള ഒരു കഴിവ്, അത് എന്നെ സംബന്ധിച്ച് ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഹാർഡ് വർക്കാണ്. ബിൽഡ് ലീഡേഴ്സ് ഓർ ഡെവലപ്പ് ലീഡേഴ്സ്. ചിലപ്പോൾ നാം ചെയ്യുന്നതിലും നന്നായി മറ്റുള്ളവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു മനസ്സിലൊരു ഉറപ്പ് തോന്നിക്കൊണ്ട് ബാക്കിയുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അർപ്പണതയും ഈശ്വരവിശ്വാസവും നേതൃപാഠവും ഒക്കെ ജീവിത വിജയമായി കാണുന്ന ഈ പ്രവാസിക്ക് രാവേറെ ചെന്നിട്ടും വിശ്രമമാകുന്നില്ല. ലോകത്തിന്റെ നാനാ കോണുകളിലേക്കും അത്യാവശ്യ മെയിലുകൾ നൽകിയും നിർദ്ദേശങ്ങൾ കുറിച്ചും നായകന്റെ ഉത്തരവാദിത്വം പരിപൂർണമാക്കുകയാണ്. ഇനിയും തീരുന്നില്ല. വായന നൽകുന്ന സമ്പന്നത ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ ഡോക്ടർ മൂപ്പൻ ആ പതിവും തെറ്റിക്കാറില്ല. അതെ, ഈ ദിഷണാശാലിക്ക് ഇനിയുമുണ്ട് ഏറെ ദൂരം സഞ്ചരിക്കുവാൻ. അതിനുള്ള മുന്നൊരുക്കത്തിലാണ്, വിജയിക്കേണ്ടവർക്ക് മാതൃക പകർന്നുകൊണ്ട്.